5, 6, 7. അമ്മു കമോൺ. അത് തന്നെ. കമോൺ അമ്മു. കമോൺ അമ്മു കമോൺ. അത് തന്നെ. കമോൺ അമ്മു സൂപ്പർ. അങ്ങനെ തന്നെ. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഇവരൊക്കെ എന്തെടുക്കുക? കമോൺ അമ്മു കമോൺ. കമോൺ അമ്മു. അമ്മു എന്തിനാ ഇപ്പൊ ഇങ്ങനെ പുഷപ്പ് എടുത്തോണ്ടിരിക്കുന്നേ? സൂപ്പർടാ. ഞാൻ 15 എടുത്തിട്ടുണ്ട്. ഞാൻ ജിമ്മിലാണെങ്കിൽ 20 തുടരെ എടുക്കും. നീ അതേ 15 എടുത്താൽ മതി. മൊത്തം പറ്റിയതേക്കണ കാശ് നിനക്ക് തരും. ശരി വാടാ, ബെറ്റ് എമൗണ്ട് റെഡിയാക്ക്. എന്ന് നിനക്ക് ഇത്ര അത്യാവശ്യമാണോ? എന്റെ പേരെന്താണെന്നറിയോ? മഹേഷ്. അറിയാലോ. ഒരു വട്ടം കമ്മിറ്റായ പിന്നെ എന്റെ വാക്ക് ഞാൻ തന്നെ കേൾക്കില്ല. അതിനാടാ എന്റെ വാക്ക് കേൾക്കാൻ പറയുന്നേ. കഷ്ടമുണ്ടടാ മഹേഷ്. ചേച്ചി എന്തോന്നടാ, എങ്ങനെ ചെയ്യണമെന്നുള്ള ടിപ്സ് ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചോണ്ടിരിക്കുകയാണോ? അവിടെ നിന്ന് നോക്കടാ. ഡാ ഇവൻ കേക്കതില്ലടാ. പറഞ്ഞതല്ലേ നിന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളത്. അവിടെ സ്ലിപ്പായി പോയടാ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞ. ഞാൻ പിന്നെ അവിടെ എല്ലായിരിക്കും ചെയ്തത്. നീ കഥ നന്നായിട്ട് അടിച്ചിറക്കുന്നുണ്ടല്ലോ. എന്താടാ ആവശ്യമായിരുന്നു എനക്കിത്? തോറ്റല്ലോ, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എടാ സായി, അവൻ തന്നെ പറയല്ലേ ശരിക്കും സ്ലിപ്പായതാണെന്ന്. ഒരു ചാൻസ് കൂടെ കൊടുക്കേ. നിർത്ത് ചേച്ചി, ഇത്തവണ ചാൻസ് കൊടുത്ത് ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോറ്റെങ്കിൽ തോറ്റത് സമ്മതിക്കണം. സായി കൂടുതൽ സംസാരിക്കല്ലേ. ഞാനൊന്നും ഓവറായിട്ടൊന്നും സംസാരിച്ചില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അതെ, നമ്മൾ എത്ര തവണ ബെറ്റ് വെച്ചിട്ടുണ്ട്? നീ ഒരു തവണ ഇങ്ങനെ ജയിച്ചിട്ടുണ്ടോ? ഇനി ഒരു ചാൻസ് എന്നിരിക്കട്ടെ, നീ ജയിക്കോ? എടാ സായി, ചേച്ചി മതിയാക്ക്. നിങ്ങൾ അനിയനെ സപ്പോർട്ട് ചെയ്തത് മതി. പറയുന്ന കേട്ടാ തോന്നുന്നു അനിയന് പകരം ചേച്ചി ഇപ്പൊ പുഷപ്പ് എടുക്കുമെന്ന്. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമല്ലേ? ശരി വാ, ഞാൻ ചെയ്യാം അവന് വേണ്ടി. ചേച്ചി അവനെ കൊണ്ടേ പറ്റിയില്ല, പിന്നെ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ്? അതും ഈ ഡ്രസ്സിൽ ഉറപ്പായും നടക്കില്ല. എന്തുകൊണ്ട് പറ്റില്ലടാ? പറ്റും, നോക്കിക്കോ. ചേച്ചി വേണ്ട ചേച്ചി, എൻ്റെ അടുത്ത് തോക്കുന്നത് അതത്ര നല്ല കാര്യമില്ല. ആരാ ജയിക്കാൻ പോകുന്നേ നോക്കിക്കോടാ. ചേച്ചി ശരിക്കും കൈ സ്ലിപ്പാവുക. ശരി ചേച്ചി, യവനായോണ്ട് 15 ആയിരുന്നു. ചേച്ചി ജസ്റ്റ് ഒരു 10 എണ്ണം ചെയ്താൽ മതി. പറ്റുമെങ്കിൽ 5 എണ്ണം ചെയ്താൽ മതി. ഞാൻ തോറ്റം സമ്മതിക്കാം. പാവമാണെന്ന് വിചാരിച്ച ആരും ഒന്നും കുറച്ചും തരണ്ട. 15 പുഷപ്പ് ലോക്ക് ചെയ്തോ. ചേച്ചി കമോൺ കമോൺ ചേച്ചി കമോൺ കമോൺ. അപ്പോൾ അതാണ് കാര്യം. കമോൺ ചേച്ചി കമോൺ. അവനെ നോക്കിയണ്ട, അത് കണ്ട എവരെസ്റ്റ് ജയിക്കൂ. ഇനി എത്ര പുഷ്പം കൂടെ ഉണ്ട്? ഇനി ഒരു 3 എണ്ണം ചെയ്താൽ മതി. കമോൺ ചേച്ചി. ചേച്ചി ഇനി 2 എണ്ണേ ഉള്ളൂ.
ഒരെണ്ണം കൂടി ചേച്ചി. Come on. Yay! ഏയ്, 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 ഇപ്പൊ വാ, ഇപ്പൊ വാ. ഏയ്, 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 ഏയ്. ചെയ്യാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? എടാ സായി, അമ്മ എന്തെങ്കിലും വിചാരിച്ചാലുണ്ടല്ലോ അത് ഉറപ്പായിട്ട് ചെയ്ത് കാണിക്കും. ജസ്റ്റ് വിചാരിക്കണം, അത്രേ ഉള്ളൂ. ഡാ സായി, ബെറ്റ് പൈസ ദാ. ഡാ, നമ്മളെല്ലാം കസിൻസ് ആടാ. നമ്മുടെ ഇടയിൽ എന്തിനാടാ ഈഗോയും വഴക്കൊക്കെ? ആ, കല്യാണത്തിന് വന്നാ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് മെമ്മറീസ് ഉണ്ടാക്കി പോണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പിന്നെ വഴക്കുണ്ടാക്കി പോയാ എന്താ ഉള്ളത്? എന്താ മനസ്സിലായില്ലേ? ശരി ചേച്ചി. അർജുൻ മാമ ഹൈദരാബാദിൽ നിന്ന് വന്നു, എല്ലാരെയും താഴെ വിളിക്കുക. അർജുനേട്ടൻ എത്തിയോ? നീ എന്താ ചേച്ചി ഇങ്ങനെ ഷോക്കായ വിളിക്കുന്നേ? അതങ്ങനെയാടാ, അർജുനേട്ടൻ എത്തിയല്ലോ, അതുകൊണ്ട് അവള് ഫ്രീസ് ആയിരിക്കും. വാ നമുക്ക് പോവാം. ആ ശരിടാ വാ. നിക്ക്, ഞാൻ വരുന്നു. മാറിക്കേ. ചേച്ചി നോക്കിയും കണ്ടു പോ. ഓൾറെഡി വീണ് കഴിഞ്ഞടാ. ഓ ആ. ചേച്ചി ഓവർ എക്സൈറ്റ് ആവല്ലേ ചേച്ചി, കാം ഡൗൺ. എന്താ ചേച്ചി ഈ വെയിലത്ത് നീ ഇങ്ങനെ ചില്ലായത്? എന്താന്നറിയില്ലടാ, ഏട്ടനെ കണ്ടപ്പോ നിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ റേസ് ആയി തുടങ്ങി. ബോഡിക്ക് ഷിവർ ആവുന്നടാ. റേസ് ആവണോ? ആവട്ടെ. നീ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൽ വെച്ച ഐസ് പോലെ ആവും. വാ പോവാം, 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 പോവാം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ബസ്സിലാ വന്നേ, നന്നായിട്ട് ഉറങ്ങി. മോർണിംഗ് എഴുന്നേറ്റ് വന്നു. വേറെന്തൊക്കെയാ? അച്ഛനെ സുഖം തന്നെയല്ലേ? അച്ഛൻ കല്യാണത്തിന് വന്നിരുന്നെങ്കിൽ നന്നായേനെ. അച്ഛനധികം ട്രാവൽ ചെയ്യണ്ടെന്നാ പറഞ്ഞ അമ്മാവാ, അതുകൊണ്ടാ വരാത്തെ. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നേനെ. അതിരിക്കട്ടെ, എന്തെങ്കിലും ജോലിയായോ അതോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് കറങ്ങി നടക്കണോ? ഫോട്ടോഗ്രാഫറായിട്ടാ ജോലി ചെയ്യുന്നത്. ഓ, ഏതെങ്കിലും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാ? സ്റ്റുഡിയോ തന്നെയാ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. മാർക്കറ്റിംഗ് മീഡിയ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനാടാ ഈ ഫോട്ടോയും സ്റ്റുഡിയോ ഒക്കെ? ഏതെങ്കിലും IT കമ്പനി പോയി ജോലി ചെയ്തോളൂ നിനക്ക്. അമ്മാവാ, എല്ലാവരും സോഫ്റ്റ്വെയർ ജോലി തന്നെ ചെയ്താ ഇതൊക്കെ പിന്നെ ആര് ചെയ്യാനാ? ചിലർക്ക് താല്പര്യമില്ലാതെ സോഫ്റ്റ്വെയർ ജോലി ചെയ്യുന്നത്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അമ്മാവാ. എനിക്കിഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഹാപ്പിയാണ്. എന്തേലും ആവട്ടെ, ഞാൻ പറയുന്നത് നീ നിന്റെ അച്ഛനും കേൾക്കില്ലല്ലോ. എടാ മഹേഷേ. ആ പറയൂ അച്ഛാ. നിന്റെ അർജുനേട്ടന് റൂം കാണിച്ചു കൊടുത്തേ. ആ ശരി അച്ഛാ. അർജുനെ, കല്യാണത്തിന്റെ തിരക്കല്ലേ, വീടൊക്കെ ആകെ അലങ്കോലായി കിടക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അയ്യോ, അത് കുഴപ്പമില്ല അമ്മാവാ, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ ശരി മോനെ. ഹായ് ഏട്ടാ. ആഹാ, എന്തൊക്കെയുണ്ട്? എനിക്ക് നല്ല സുഖമാണ്. നിങ്ങൾ സുഖമാണോ? സുഖാണ്. ശരി ഏട്ടാ, ആ ബാഗിങ് തന്നെ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല ഏട്ടാ. ആ എന്തുവാ ഏട്ടാ ബാഗ് ഇത്രയും വെയിറ്റ് ആയിട്ട് വല്ലതും മേടിച്ചിട്ട് വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല ഏട്ടാ, എന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങളാ മേടിച്ചു തരണ്ടേ. വരൂ ഏട്ടാ, നമ്മൾ വീടൊക്കെ ഒന്ന് ചുറ്റി കാണാം. അമ്മേ, ഇത് ശരിയായിട്ട് പൊരിഞ്ഞില്ല. കുറച്ചുകൂടെ പൊരിഞ്ഞാലും നന്നായിട്ടുണ്ടാവോ? ആഹാ, രാവിലെ ഇരുന്ന് ഇത്ര പേർക്ക് ഞാൻ ഭക്ഷണ പാചകം ചെയ്യുന്നു.
അതിനു വേണ്ടിയെങ്കിലും വന്നൊന്ന് സഹായിക്കണമെന്നുള്ള ചിന്തയില്ല. ചുമ്മാ ഇവിടെ ഇരുന്ന് അത് ശരിയല്ല ഇത് ശരിയല്ല അങ്ങനെയാണോ പറയുന്നേ? സോറി അടിക്കല്ലേ അമ്മേ. എല്ലാരും കഴിക്കുന്നുണ്ടോ? അർജുനേട്ടനും അമ്മയും ഞാനും ഒഴിച്ച് എല്ലാരും വഴിച്ചു നക്കിയിട്ടുണ്ട്. എന്നാ ഇത് എടുത്തോണ്ട് പോയി അവർക്ക് കൊടുത്തിട്ടോ. പോ അമ്മേ, ഇത്രയും നേരം ഞാനല്ലേ എല്ലാവർക്കും വിളമ്പി കൊടുത്തത്, ഇനി എന്നെ കൊണ്ട് പറ്റൂല. എടാ മഹേഷേ എന്തുവാ അമ്മേ? ഇത് എടുത്തോണ്ട് പോയി ഒന്ന് കൊടുത്തിട്ട് വാ മോനെ. ഇവളിവിടെയല്ലേ ഇരിക്കുന്നേ, ഇവളുടെ അടുത്തൊന്ന് പറഞ്ഞ പോരെ? അതൊരു രാക്ഷസിയാ. പോ മോനെ, എന്റെ പൊന്നല്ലേ, പോ. പോയേ, എപ്പോഴും എന്നോട് പറയുന്നേ. എന്റെ തങ്കക്കുട്ടി, ഞാൻ പറയുന്നത് കേക്ക് ഉമ്മ. എന്താ അമ്മേ, അവൻ തങ്കക്കുട്ടിയാണെങ്കി ഞാൻ എന്താ വില്ലത്തിയാണോ? നീ എന്റെ പൊന്ന് മോളടി ഉമ്മ. മനസ്സിലായി. ഒഴിക്ക് നല്ലോണം ഒഴിക്ക്. പിന്നെ ഉച്ചയ്ക്ക് ചെയ്ത ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജില്, എടുത്ത് ചൂടാക്കി വെക്ക്. ഞാൻ പോയി അർജുനെ വിളിച്ചോണ്ട് വരാം. അവനുണ്ടല്ലോ ഞാൻ ചെയ്ത ചിക്കൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കും. ചേട്ടന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമൊന്നുമില്ലല്ലോ? നന്നായിട്ടിരിക്കുന്നു അമ്മായി. എന്താ ഇത്? ചിക്കനാ ഏട്ടാ. നിനക്ക് ഇഷ്ടമാണല്ലോ മോനെ, ചെറുപ്പത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട് കഴിക്കുമല്ലോ. കൊടുക്കുമോളെ. ടേസ്റ്റ് ഉണ്ടോ മോനെ? ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല അമ്മായി, പഴയ പോലെ തന്നെയുണ്ട്. അയ്യോ, ഞാനും അമ്മയെ കണ്ട് ചിക്കനൊക്കെ വയ്ക്കാൻ പഠിച്ചു ചേട്ടാ. ഞാനും നന്നായിട്ട് വയ്ക്കും. നോക്കിയാലൊന്നും ചിക്കൻ ചെയ്യാൻ പറ്റില്ല മോളെ. 2-3 പ്രാവശ്യം പാചകം ചെയ്താലേ വരൂ അതൊക്കെ. അമ്മേ, ടൈം ആവുമ്പോ ഞാനും ചെയ്യും. അതൊക്കെ എപ്പ വരാനാ? നീ എപ്പ ചെയ്ത് ഞാൻ എപ്പ കഴിക്കാനാണോ? പപ്പടം കഴിക്കും മോനെ. നീ എന്റെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചു പോലുമില്ല. അത് പിന്നെ ഏതോ റാൻഡം പേഴ്സൺ മെസ്സേജ് ചെയ്തല്ലേ. നിന്റെ വർക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളത് കണ്ടിട്ട് വിട്ടുകളെന്നാ വിചാരിച്ചേ. അതുകൊണ്ടാ കുറച്ച് ഷോക്കായി പോയെ നീ മെസ്സേജ് ചെയ്തപ്പോ. ഷോക്ക് എന്തിനാ? കൂൾ. നിങ്ങൾ സ്പെഷ്യലായിട്ട് വിചാരിക്കാൻ ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല. ഐ എം ജസ്റ്റ് എ നോർമൽ പേഴ്സൺ ലൈക്ക് യു. അല്ലല്ല, നീ ഒരു സ്പെഷ്യൽ തന്നെയാ. നിന്റെ ലെൻസിങ്, നിന്റെ വേ ഓഫ് പോർട്രൈറ്റ്സ്, ഞാൻ നിന്റെ വലിയ ഫാനായി. പറഞ്ഞു വന്ന നിന്റെ ഐഡിയാസ് ഒക്കെ വെച്ച് എന്റെ കമ്പനിയിൽ കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്തു. അതൊക്കെ കണ്ട് വണ്ടർ അടിച്ചു പോയി എന്റെ കൊളീഗ്സ് എല്ലാം. ഓവർ എക്സാജറേറ്റ് ചെയ്യാണ്. ചിൽ, ബട്ട് താങ്ക്സ്. ബേസിക്കലി നിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഏതോ പയ്യനാണ് ഹാൻഡിൽ ചെയ്തെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് നീ ഒരു പെണ്ണാന്നറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും ഷോക്കായി. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന്. എന്തിനാ ഷോക്കാവുന്നേ? എന്താ പെൺകുട്ടികൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല, ജസ്റ്റ് ജനറൽ ആയിട്ട് തോന്നിയതാ. അതിനിയാ, അതെന്താ ജനറൽ ആയിട്ട് തോന്നിയത്? ഇവിടെ നോക്ക് അർജുൻ, ആർക്കും എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ചിൽ, ഡോണ്ട് ബി സോറി. ജസ്റ്റ് ട്രൈ ടു സീ ഇൻ അനദർ പെർസെപ്ഷൻ. അത്രേ ഉള്ളൂ. എല്ലാത്തിനും പുതുമ തോന്നുന്നു. ഐ ലവ് ഡൂയിങ് ദിസ് ആൻഡ് ഐ എം ഡൂയിങ് ദിസ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. നീ പറഞ്ഞതൊക്കെ കറക്റ്റാ. ഐ എം സോറി. ചിൽ, ഡോണ്ട് ബി സോറി. താങ്ക്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലെസൺ. നീ ഇതുപോലെ എനിക്ക് ഫോട്ടോസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ജോക്കായിട്ട് പറഞ്ഞല്ല, ഐ എം സീരിയസ്. ഐ വാണ്ട് ടു മീറ്റ് യു ഇൻ പേഴ്സൺ ആൻഡ് വാണ്ട് ടു ലേൺ സം മോർ ഫ്രം യു. നോക്കാം. എല്ലാത്തിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം വരും. ഡൺ. താങ്ക്സ് വൺസ് അഗൈൻ. താങ്ക് യു ഫോർ റെക്കഗ്നൈസിംഗ്. ഗുഡ് നൈറ്റ്. ശരി, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഗുഡ് നൈറ്റ്. എന്താ അമ്മു, ഇനിയും നീ റെഡി ആയിട്ടില്ലേ? അമ്മ, അവനെ നോക്ക്. എന്നെ തള്ളിവിട്ടിട്ട് അവൻ വാഷ്റൂമിൽ പോയി. അയ്യോ, എപ്പോ നോക്കിയാലും ഈ വഴക്കാണോ നിങ്ങക്ക്? പ്ലീസ് ഈ ഷർട്ട് നയൻ ചെയ്തു തരുമോ? അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പറയും. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഇത് അർജുന്റെ ഷർട്ടാടി. ശരി, ഞാൻ തന്നെ ചെയ്തോളാം. നീ പോയി റെഡി ആയിക്കോ. അമ്മേ, ഞാൻ ചെയ്യാമേ. അമ്മ പോയി റെഡി ആയിക്കോ. ഒന്ന് നോക്കി ചെയ്യുമോളെ, അത് ഉരുക്കി കളയല്ലേ. നീയേ
എന്താടാ? ആ അതിപ്പോ നീയേന്ന് പാടിയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പോയി നിന്റെ ജോലി നോക്കടാ പോ. ശരി. അവൾ കാണുന്നതിന് മുമ്പ് തന്നെ ഇടണം. ഡാ, എത്ര തവണ നിന്നോട് പറയണം എന്റെ സൺസ്ക്രീൻ എടുത്ത് യൂസ് ചെയ്യില്ലെന്ന്? അതിപ്പോ കല്യാണമല്ലേ, കുറച്ചൊന്ന് കളറായിക്കോട്ടെ. എന്താടാ നിനക്ക് കളറാവണോ? സോറി ചേച്ചി, സോറി ചേച്ചി, സോറി സോറി സോറി. കളറാവണല്ലേ? നിക്കടാ, നിക്കല്ല, നിക്ക്. സോറി ഏട്ടാ, കുഴപ്പമില്ല. കണ്ടില്ലായിരുന്നു. സോറി ഏട്ടാ. ഓക്കെ. സോറി ഏട്ടാ. ഏയ് അതെ, അയൺ ബോക്സ് ഓണിലായിരുന്നു. കണ്ടില്ലായിരുന്നോ? കണ്ടില്ല ഏട്ടാ. ഓക്കെ. ഷർട്ട് എന്റേതാണെന്ന് തോന്നുന്നല്ലോ. അതെ ഏട്ടാ, 2 minutes ഏട്ടാ, അതിനുള്ളിൽ ഞാൻ ഏൺ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. ടൈമായി. എല്ലാവരും മണ്ഡപത്തിലേക്ക് കൂട്ടിയിട്ട് പോകണം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഏയ് ഏട്ടാ, റെഡിയാവ്. അമ്മായി നിന്നെയും കൂട്ടിയിട്ട് പോകാനാ പറഞ്ഞേ. ലാസ്റ്റ് ട്രിപ്പിൽ കൂട്ടിയിട്ട് പോവാം. ഇത് നന്നായിട്ടുണ്ട്. ഒരു ഫോട്ടോയിലും നല്ലതല്ലേടാ. നീ ആദ്യം നന്നായിട്ട് പോസ് ചെയ്യ്, ഞാൻ നല്ലപോലെ ഫോട്ടോ എടുക്കുന്നത്. നിന്റെ ഫോണ് നല്ലതല്ല. ഇങ്ങോട്ട് നോക്ക്, ഏട്ടൻ പോലും വിളിക്കുക. കല്യാണത്തിന് ലേറ്റ് ആവുക ചേച്ചി, പോയിട്ട് വന്നിട്ട് എടുക്കാലോ. തിരിച്ചു വരുമ്പോഴത്തേനും ഫേസ് ടയേർഡ് ആവൂടാ. ഒരേ ഒരു ഫോട്ടോ പ്ലീസ് ഡാ, എടുക്ക്. ശരി, പോസ് ചെയ് ചേച്ചി. ആ പോസ് ഒന്ന് മാറ്റിക്കേ. എന്താ ഇത്ര താമസം? ഏട്ടാ, ചേച്ചിക്ക് ഫോട്ടോസ് എടുക്കണമെന്ന്. 2 minutes, ഇപ്പൊ വരാം. ശരി, നടക്കട്ടെ. ചേച്ചി അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നോക്ക്. അങ്ങനെയല്ലടാ, ടിൽഡോ. ഇങ്ങനെയാണോ? കുറച്ച് പൊതിച്ച്. ഇതൊക്കെയാണോ? കുറച്ച് മുൻപോട്ട് തന്നെ. ഏട്ടാ, ഏട്ടൻ്റെത് ഐഫോൺ അല്ലേ? അതെ. അതിലെടുത്തൂടെ ഫോട്ടോ? അതിൽ നന്നായിട്ട് കിട്ടും. അമ്മു, ഫോട്ടോ എടുക്കുന്ന ക്യാമറ കൊണ്ടല്ല ഭംഗിയാവുന്നേ, കാണുന്നവരുടെ കണ്ണിലാണ് അതിന്റെ ഭംഗിയുള്ളത്. എന്റെ കണ്ണിൽ നീ നല്ല ഭംഗിയുണ്ട്. ശരി, പോസ് കൊടു. അങ്ങനെയല്ല, കുറച്ച് ഇങ്ങനെ പോസ് കൊടുത്തേ. ക്യാമറയിലല്ല, എന്നെ നോക്ക്. പോസ് ചേഞ്ച്. ഓക്കെ, വൺ മോർ പോസ്. എത്ര വട്ടോ നീ ഈ ഫോട്ടോസ് നോക്കുന്നത്? മധു ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു. ഡെയിലി ആ ഫോട്ടോ കൊണ്ട് ഇങ്ങനെ കൊതിപ്പിച്ച് നിന്നെ തന്നെ നോക്കുക. എനക്കൊന്നും അറിഞ്ഞൂടാ. ഏട്ടനെ നോക്കി ഫോട്ടോസ് എത്ര സൂപ്പറായിട്ടാ എടുത്തിരിക്കുന്നേന്ന്. ഏട്ടൻ വരുന്ന മുമ്പ് ആരേതൊക്കെ എടുത്തു തന്നെ ഈ ഫോട്ടോസൊക്കെ? ഏട്ടൻ ആ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ലവോടെ എടുത്തേക്കുന്നേ. അതുകൊണ്ടാ ഞാൻ ഇതില് ഭംഗിയായിട്ടിരിക്കുന്നേ. നീ പറയുന്ന പോലെ ഒന്നുമില്ലേ ചേച്ചി, വെറും ഫിൽറ്റേഴ്സ് ആണെല്ലാം. ചേച്ചി മുടിയെ പിടിച്ച് വലിക്കല്ലേ. ആദ്യം ശരി, സോറി. ഏട്ടാ 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 എന്ന് ഹൃദയം മൊത്തം ഏട്ടനാണല്ലോ. എന്താ മാറ്റർ? പോടാ. നീ ഇങ്ങനെ നാണിച്ചോണ്ട് തന്നെ ആയിരുന്നോ? ഏട്ടൻ ഹൈദരാബാദിൽ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ആയിരിക്കും. എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ വന്ന ദിവസം കൊണ്ട് നോക്കുക, മാമൻ ഫോണിലായിരുന്നു ഫുൾ ഡേ. എന്തായാലും ലവർ ആയിരിക്കണം. എന്താടാ പറയണേ? എന്ത് പറയാന്ന് വെച്ചാ, നീ ഇങ്ങനെ നാണിക്കുന്നത് ഞങ്ങൾക്കറിയാം, പക്ഷെ അർജുൻ മാമൻ അറിയില്ലല്ലോ. അഥവാ നീ തന്നെ അത് പറഞ്ഞിട്ടുണ്ടോ? ഇതില് പറയണ എന്താടാ ഉള്ളത്? വീട്ടില് ഫിക്സ് ചെയ്തതല്ലേ? വീട്ടിൽ എന്ത് വേണമെങ്കിലും ഫിക്സ് ചെയ്യട്ടെ, പക്ഷെ അർജുനേട്ടന്റെ മനസ്സിൽ എന്താന്ന് നിനക്കറിയണ്ടേ?
ഇവിടെ നോക്ക്, ഏതൊരു പയ്യനും ഒരു പെണ്ണ് ലവ് എക്സ്പ്രസ് ചെയ്യാതെ ഫീൽ ചെയ്യില്ല. സോ അർജുൻ ഏട്ടന് നിന്റെ ലവ് എക്സ്പ്രസ് ചെയ്യേ. എങ്ങനെയാടാ? എങ്ങനെയാ എന്തുവാന്നൊന്നും എന്നോട് ചോദിക്കില്ല, ഞാൻ ചെറിയ ചെക്കന. എനിക്ക് സംസാരിക്കണമെന്നാടാ ഉള്ളത്. പക്ഷെ ഏട്ടനെ കാണുമ്പോ ഉണ്ടല്ലോ എന്തോ പോലെ ആവുന്ന്. നീയും കണ്ടതല്ലേ, എനിക്ക് എന്താ അങ്ങനെ ആവുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് ആങ്സൈറ്റി. നീ ആങ്സൈറ്റിനെ കൺട്രോളിൽ വെച്ചിട്ട് ഏട്ടനോട് സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ഏട്ടന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. സോ നീ ഹൈദരാബാദ് പോകണം. ഹൈദരാബാദാ? എങ്ങനെ? എന്തുവാ എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കല്ലേ. പെട്ടെന്ന് ഏട്ടനോട് നിന്റെ ലവ് എക്സ്പ്രസ് ചെയ്ത് കല്യാണം കഴിച്ചു. ഞാനും ഹൈദരാബാദ് വന്നോളാം. എന്റെ വയസ്സിലുള്ള പെണ്ണുങ്ങളൊക്കെ വെറുതെ ഇരിക്കുക അവിടെ. ഇവിടെ നോക്ക്, ഏതൊരു പയ്യനും ഒരു പെണ്ണ് ലവ് എക്സ്പ്രസ് ചെയ്യാതെ ഫീൽ ചെയ്യില്ല. സോ അർജുൻ ഏട്ടന് നിന്റെ ലവ് എക്സ്പ്രസ് ചെയ്യും. ഏട്ടാ, get ready for some love. Your Ammu is coming.